കഴിഞ്ഞ എപ്പിസോഡ് അവൾ സാഗയെ ഓർത്ത് പേടിച്ചിട്ട് അവസാനം ബോധം കെട്ട് വീഴുന്നതും അതിനുശേഷം ടേയങ്ങായിരിക്കും അവളെ സുരക്ഷയായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ കണ്ണുറന്ന് നോക്കുന്ന അവൾ ആദ്യമായിട്ട് സാഗെ എത്തിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം ഇവനാണ് അവൾ പേടിക്കാതിരിക്കാൻ വേണ്ടി സാഗിനെ വിളിച്ചാരെന്ന് പറയും. അങ്ങനെ അവൻ വെള്ളം അടിച്ച് അവിടെ ഫിറ്റായി കിടക്കുമെന്ന് ഇപ്പൊ കിംബോമിന് പറഞ്ഞ് മനസ്സിലാക്കുമ്പം അവൾ എങ്കിൽ പിന്നെ അവനെ തന്നെ വിളിക്കാത്തെന്ന് പറഞ്ഞ് അവളുടെ ഫോൺ എടുത്ത് വെക്കും. അപ്പനാണ് അവന്റെ ഒരു മെസ്സേജും കോളില്ലാത്തണ്ട് അവൾ അപ്സെറ്റ് ആണ്. പക്ഷെ സത്യത്തിൽ ഇവിടെ സാഗിയാണ് ടേയങ്ങിനെ പോലും ഫോൺ വിളിച്ചിട്ടില്ല. അവളുടെ അമ്മയെ കാറിടിച്ച് കൊന്ന കാര്യം അറിഞ്ഞ് ഇവനാകെ പേടിച്ചുപോയി. അവൻ നേരെ വന്നേക്കുന്ന അവന്റെ പഴയ മാനേജറിനെ കാണാൻ വേണ്ടിയാ. അങ്ങനെ തൽക്കാലം ഒരു ദിവസം അവൻ ഇന്നിവിടെ താമസിച്ചോട്ടെ ചോദിക്കും. അതിനുശേഷം അടുത്ത ദിവസമാണ് സാഗി ഇതൊരു വീട്ടിൽ വരാത്തോണ്ട് ഇവരെല്ലാരും കൂടെ അവന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഒരു പക്ഷേ സാഗിയെ കുറെ പണി ചെയ്യിപ്പിച്ചോണ്ടായിരിക്കോ അവ സ്ഥലം വിട്ട് പോയെന്ന് പറഞ്ഞ് ഇവിടെ ആന്റി അവർക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പം അതേസമയം ഇവിടെ സാഗിയാണ് കിംബം അയച്ചേക്കുന്ന മെസ്സേജും കോളൊക്കെ കണ്ടിട്ട് അവനിപ്പോ അവളെ ഫേസ് ചെയ്യാൻ പേടിയായിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവനും ഇനി കുറച്ച് ദിവസത്തേക്ക് ഇവിടെ താമസിച്ചോട്ടെ എന്ന് അവന്റെ മാനേജറിനോട് പെർമിഷൻ ചോദിച്ചിട്ട് അവനും പുറത്തേക്ക് ചെല്ലും. എന്നിട്ട് അവൻ അവിടെ നേരെ ആശുപത്രിയിലേക്ക് ചെന്നിട്ട് സത്യത്തി ഇവന് കണ്ണ് ഡൊണേറ്റ് ചെയ്ത് അവളുടെ അമ്മയാണെന്ന് നോക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫാണ് ആ ഡീറ്റെയിൽസ് ഒക്കെ പേഴ്സണലാന്ന് പറഞ്ഞിട്ട് ഇവനെ തരാൻ പറ്റത്തില്ലെന്ന് പറയും. അതിനുശേഷം അവനും കിട്ടിയ റെക്കോർഡൊക്കെ വായിച്ചോണ്ട് അവന്റെ സ്വപ്നത്തിൽ വന്ന് ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് ചെല്ലും. അതിനുശേഷം അവനതെ കണ്ടിട്ട് സത്യത്തി അപ്പൊ സ്വപ്നമല്ല അവളുടെ അമ്മ അവസാനമായിട്ട് കണ്ട കാഴ്ചകളാ ഇവന് വന്നേന്ന് പിടി കിട്ടും. കാരണം അതേ സ്ഥലത്താണ് അവനിപ്പോ ഉള്ളത്. എങ്കിൽ പിന്നെ ഒരു കണ്ണ് മാറ്റി വെച്ചുകൊണ്ട് എന്തിനാ അവളുടെ അമ്മയുടെ മെമ്മറീസ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞ് ഇവന് തന്നെ ഒന്ന് വിശ്വസിക്കാൻ പറ്റാതെ മൊത്തത്തിൽ കൺഫ്യൂസ് ആയിരിക്കും. അപ്പിരാണി ഇവൻ കറക്റ്റ് ആക്സിഡന്റ് സ്പോട്ടിൽ നിൽക്കുന്ന ടെയ്യങ്ങിന്റെ അച്ഛനാണ് കാറിൽ നിന്ന് കണ്ടോണ്ട് അപ്പത്തന്നെ അയാളുടെ കൂട്ടുകാരൻ ജോയെ വിളിച്ച് ആ സാഗിയെ കറക്റ്റ് ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിൽക്കുമെന്ന് പറയും. അങ്ങനെ അവൻ എല്ലാം ഓർത്തെടുത്ത് ഇത് കേസായ പിന്നെ നമുക്ക് ആ സീനെന്ന് പറഞ്ഞ് ഇവർ അതിനുമുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം തീരുമാനിക്കും. അങ്ങനെ ആ ടെൻഷന്റെ കൂടെ ജോയ്ക്കാണ് ഇപ്പൊ പുതിയ പാട്ട് റിലീസ് ചെയ്യുന്നുണ്ട്, ഇതുവരെ എന്താ പുതിയ പാട്ട് എഴുതാത്തെന്ന് പറഞ്ഞ് ജീനെ വഴക്കുറഞ്ഞുകൊണ്ടിരിക്കും. കൂടാതെ അതിന്റെ ഒപ്പം തന്നെ സാഗിയ പോയതുകൊണ്ട് അവർക്കൊരു പുതിയ ലീഡറിനെ ആവശ്യമുണ്ട്. അങ്ങനെ ഈ ടെൻഷന് ജോ ഇരിക്കുമ്പോഴാണ് അയാളുടെ മകൾ ജീനയും കിംബമിന് ഫോൺ വിളിച്ചിട്ട് ഇവളുടെ വല്ലം പാട്ട് വെക്കാനുണ്ടോന്ന് ചോദിക്കും. കാരണം അവൾ അന്ന് എഴുതി വെച്ച പാട്ട് ഇവള് നേരിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കാതിരിക്കുക. പക്ഷെ കിംബമാണ് അവൾക്ക് ആ പാട്ടൊന്നും കൊടുക്കാൻ ഇപ്പൊ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവൾ ഇനി തൊട്ട് സ്വന്തമായിട്ട് പാട്ട് എഴുതി അത് റിലീസ് ചെയ്യാൻ പോകുന്നറിയും. ഇത് കേട്ട് ഇവളാണ് ഷോക്കായിട്ട് എങ്കിൽ പിന്നെ ആ പാട്ടൊക്കെ പാടുന്ന സാഗിയാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം കിംബമും അതൊക്കെ അവളുടെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അവൾ ഇവിടുന്ന് ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ അതുകൊണ്ട് ഇതേക്കുന്ന ജീനയാണ് ഇവള് പെർമിഷൻ തന്നില്ല, ഇവളുടെ അനുവാദം ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാന്ന് പറഞ്ഞ് ഇവൾ അപ്പത്തന്നെ അച്ഛനോട് കിംബം എഴുതിയ പാട്ട് കാണിച്ചിട്ട് ഇത് അവളുടെയാന്ന് പറയും. അപ്പരാണ് അതുകൊണ്ട് ജോയാണ് സന്തോഷത്തി ഈ പാട്ട് ഉണ്ടായിട്ടാണെന്ന് ഇത്ര സമയം ചുമ്മാ ഇരുന്ന് എങ്കിൽ പിന്നെ ഇത് തന്നെ നമുക്ക് റിലീസ് ചെയ്യാം എന്നിന് അങ്ങേരും സ്വന്തം മകളെ എഴുതിയെന്ന് പറഞ്ഞ് അപ്പൊ തന്നെ ഓക്കെ ചെയ്യും. പക്ഷെ സത്യത്തിൽ ഇത് കിംബോമിന്റെ പാട്ടാ. അതിനുശേഷം ഇവിടെ കിംബം അവളുടെ ആന്റിയും കൂടെ അവളുടെ അമ്മയുടെ ആക്സിഡന്റിനെ കുറിച്ച് അറിയാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വരും. കാരണം സ്റ്റേഷനിലേക്ക് ഇപ്പൊ ആരോ ഫോൺ വിളിച്ച് അന്ന് നടന്ന ആക്സിഡന്റ് അല്ല ഒരാൾ കാറും കൊണ്ട് ഇടിച്ചിട്ടേന്ന് പറഞ്ഞ് സാഗി ഓഫീസറിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവരോട് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവരാണ് ടെൻഷനായിട്ട് കിംബം അന്നേ ഫോണിൽ സംസാരിച്ചപ്പോ അവളുടെ അമ്മ വേറെ ഏതോ കാറ് വരുന്ന പോലെ സംസാരിച്ചെന്ന് പറയും. എങ്കിൽ പിന്നെ അത് ആരാന്ന് അറിയാൻ പറ്റുമെന്ന് ഇവളിപ്പോ ചോദിച്ചു മനസ്സിലാക്കാൻ നോക്കുമ്പോൾ പോലീസാണ് അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല, ഇപ്പൊ ആക്സിഡന്റ് കണ്ട വ്യക്തി ഇപ്പൊ ഇവിടേക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നറിയും. അപ്പോഴാണ് അവിടേക്കൊന്ന് സാഗിയാണ് പെട്ടെന്ന് അവിടെ കിംബോമിനെ കണ്ട ഉടനെ അവൻ പേടിച്ചങ്ങ് പോകും. കാരണം അവന് തന്നെ ഉറപ്പില്ല ഇനിയിപ്പോ ഇവൻ സ്വപ്നത്തിൽ കണ്ട് ഈ ആക്സിഡന്റ് ഒക്കെ ഇവരോട് പറഞ്ഞ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അങ്ങനെ വെറുതെ ഇതൊക്കെ പറഞ്ഞ് കിംബോമിനെ വിഷമിക്കണമെന്ന് പറഞ്ഞ അവനിപ്പോ അകത്തേക്ക് അത് ആലോചിച്ചോണ്ടിരിക്കുന്നത്. അതേസമയം ഇവിടെ കിംബോമാളുടെ ആന്റിയും എങ്കിൽ പിന്നെ ആക്സിഡന്റ് ആരാ കണ്ടേന്ന് പറഞ്ഞ് ഇവരെ വിളിച്ചു പറഞ്ഞ ആളിനെ കുറിച്ച് തിരക്കുമ്പോഴാണ് പോലീസും അത് പബ്ലിക് ബൂത്തിൽ നിന്ന് വിളിച്ചോണ്ട് ആ വ്യക്തി ആരാന്ന് അറിയത്തില്ലെന്നറിയും. പക്ഷെ അവന് തന്നെ ഉറപ്പില്ലാതെ സംസാരിച്ചോണ്ട് ഞങ്ങൾക്ക് ഇത് കേസാക്കി എടുക്കാൻ പറ്റത്തില്ലെന്ന് ആ പോലീസ് ഇവരെ പറഞ്ഞിടും. അങ്ങനെ അതുകൊണ്ട് ഇവരാണ് വിഷമിച്ചിട്ട് അവസാനം വരെ അവിടെ സാഗിയ വരാത്തോണ്ട് വെറുതെ ഫേക്ക് ആയിട്ട് ആക്സിഡന്റ് കണ്ടെന്നൊക്കെ കള്ളം പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കാൻ നോക്കുകയാണെന്ന് ഇവരെണ്ടും തെറ്റിയിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഒരു ആക്സിഡന്റ് ആണെന്ന് വിചാരിച്ച് സമാധാനത്തിരുന്ന് ഇവരെ ഇപ്പൊ ഒരു കൊലപാതകമായിട്ട് കാണിച്ചു കൂട്ടി അവൻ എന്തിനെങ്ങനെ സന്തോഷിക്കുന്നതെന്ന് പറഞ്ഞ് കിംബോമിന്റെ ആന്റി അവിടെ നിന്ന് ചീത്ത വിളിച്ചോണ്ടിരിക്കുമ്പം ഇതേക്കുന്ന സാഗിയാണ് കുറച്ച് വിഷമിച്ചിട്ട് അവൻ ആലോചിച്ച് നോക്കും ഈ കേസ് അവന് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മിക്കവാറും അവസാനം അത് കിംബോമിന് വേദനിപ്പിക്കത്തേ ഉള്ളെന്ന്. അതിനുശേഷം അന്ന് രാത്രി ടീയോങ്ങിന്റെ അച്ഛനാണ് അവനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരും. അപ്പനാണ് ഇവനും ഒരു തിരിച്ച് വിളിച്ചോണ്ട് പോകാനാണ് വന്നെങ്കിൽ അവൻ ഒരിക്കലും വരത്തില്ലെന്ന് പറയും. അപ്പനാണ് അവന്റെ അച്ഛനെ കരയുന്ന പോലെ കാണിച്ചോണ്ട് ഇപ്പൊ ഇവിടേക്ക് വന്ന് ഇവനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടാന്ന് പറയും. അങ്ങനെ അവന്റെ ആഗ്രഹം ഡോക്ടർ പഠിക്കാനല്ലെങ്കിൽ അതിന് ചെയ്യേണ്ടെന്ന് പറയും. കാരണം ഇപ്പൊ ഇവന്റെ അച്ഛന്റെ ഓരോ ഉദ്ദേശം ഇവനും സാഗിയും തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടല്. അതിനുവേണ്ടി ഇവന്റെ അച്ഛനും ഇവൻ ഇഷ്ടപ്പെട്ടത് മ്യൂസിക് ആണ് എങ്കിൽ പിന്നെ മിസ്റ്റർ ജോയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് കൂടാതെ അവിടെയും കുറച്ച് ഷെയർ ഉള്ളതുകൊണ്ട് ഇവനെ ക്രൗൺ ടീമിലെ ലീഡർ ആക്കാന്ന്
പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനാണ് ഷോക്കായിട്ട്, അച്ഛാ അതിനർത്ഥം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഞാൻ സാഗിക്ക് പകരം ആ ടീമിൽ ചേരാനാണോ? അതെന്നെ കൊണ്ട് പറ്റത്തില്ല, അതിനും ഭേദം ഞാൻ ഈ ബാൻഡിൽ തന്നെ ഇരിക്കുന്നത് എന്നിന് ഇവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവന്റെ അച്ഛൻ അവനെ സമ്മാനപ്പെടുത്താൻ നോക്കും. മോനെ ടേയാങ്, നിനക്ക് ഓർമ്മയില്ലേ ആ സാഗി ആ ക്രൗനി എടുക്കുന്ന മുമ്പേ തന്നെ അവർ നിന്നെയാ സെലക്ട് ചെയ്തത്. ഒരേശം ഞാൻ നിന്നെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ആ സാഗിയുടെ സ്ഥാനത്ത് നീ ആയിരുന്നു നിൽക്കേണ്ട എന്നിന് നമുക്ക് ആ ഫ്ലാഷ് ബാക്ക് എടുത്ത് കാണിക്കും. സത്യം പറഞ്ഞ സാഗിക്ക് മുമ്പേ തന്നെ ടേയങ്ങിനാണ് അവർ ചൂസ് ചെയ്തത്. പക്ഷെ അവന്റെ അച്ഛൻ ഫോഴ്സ് ചെയ്തുകൊണ്ട് മാത്രം ഇവൻ ആ ബാൻഡിൽ ചേരാൻ പറ്റാതായി പോയെ. പക്ഷെ ഇപ്പൊ അവന്റെ അച്ഛൻ ഇവൻ ഡോക്ടർ ആകുന്നതിനേക്കാളും ആ സാഗയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്ന നല്ലെന്നറിഞ്ഞ് ഇവനെ ആ ക്രൗൺ ബാൻഡിൽ ചേരാൻ വേണ്ടി പറയുമ്പം അവന് താല്പര്യമില്ലാതെ സാഗയുടെ ഇനി സ്ഥാനം എനിക്ക് വേണ്ടെന്നറിഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അപ്പരാണ് ഇവന്റെ അച്ഛനും എന്നാലും ഒരു ദിവസം നിന്റെ മനസ്സ് മാറുന്നറിഞ്ഞിട്ട് ഇയാൾ ധൈര്യത്തിരിക്കും. അതേസമയം ഇവിടെ കിംബോമിന്റെ ആന്റിയാണ് കസിനെ വിളിച്ചിട്ട് കിംബോമിനെ സുരക്ഷയായിട്ട് നോക്കിക്കോണമെന്ന് പറയും. കാരണം അവളുടെ അമ്മയുടെ കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് അവൾ സങ്കടത്തിലുള്ള, അതുകൊണ്ട് കൂടെ നിന്ന് അവളെ സന്തോഷിപ്പിക്കും മോളെന്നറിഞ്ഞ് ഇവര് പറഞ്ഞൊരു ഫോൺ കട്ട് ചെയ്യുമ്പം ഇവിടെ കസിനാണ് ദേഷ്യത്തി നിങ്ങൾ എന്റെ അമ്മയാണ് അവളുടെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് ഇവളും കിംബോമിനെ കാണാൻ ചെന്ന് അവളെ കുറെ ചിരിപ്പിക്കാൻ നോക്കും. അപ്പോഴാണ് കിംബോമും ഇവൾ കുറെ ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിച്ചിരിക്കുന്നുണ്ട്, നിനക്കെന്തിനാണ് ഇത്ര സാധനം എന്നറിഞ്ഞ് അവളെ മര്യാദയ്ക്ക് വീട്ടിലേക്ക് പോകാൻ പറയും. അപ്പോഴാണ് കസിനും കുറച്ച് ലിപ്സ്റ്റിക് അവൾക്ക് ഇട്ട് കൊടുത്തിട്ട് നീ എപ്പോഴും വർക്കിന്റെ പുറകെ പോവാതെ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ എടുക്കുമ്പം എന്നറിഞ്ഞ് അവളുടെ കൂടെ ഒന്നിച്ച് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം കുറച്ച് ഡിസ്റ്റൻസ് ഇരുന്ന് സാഗി വളരെ ഇത് കണ്ടോണ്ടിരിക്കുന്നത്. കാരണം അവൻ ഇവളോർത്ത് വിഷമിച്ച് ഇപ്പൊ ഇവളെ ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനുള്ള. അതിന്റെ പ്രധാന കാരണം ഇവൾ അവനോട് പറഞ്ഞിട്ടുണ്ട് അവളുടെ അമ്മയുടെ പാർട്സ് എല്ലാം ഡൊണേറ്റ് ചെയ്തത് അവൾക്കൊരു കുറ്റബോധം ഉണ്ടെന്ന്. ഇനിയിപ്പോ അവളുടെ അമ്മയുടെ കണ്ണ് ഇവനാ തന്നേക്കുന്നതെന്ന് അറിഞ്ഞാൽ അവന് പിന്നീട് അവൾ നേരിട്ട് കാണാൻ ധൈര്യം കാണത്തില്ലെന്ന് വിചാരിച്ച ഇവൻ ആ സത്യം ഇവളറിയാതെ ഇവനിപ്പോ ആ മാനേജറിന്റെ വീട്ടിൽ താമസിക്കുന്നത്. അങ്ങനെ അതിനുശേഷം ഇവിടെ ജീനയാണ് കിംബം എഴുതിയ പാട്ട് അവർക്കെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. അങ്ങനെ ആ പ്രാക്ടീസ് കഴിഞ്ഞ ഉടനെ മിസ്റ്റർ ജോയ് സന്തോഷത്തി ഈ പാട്ട് തന്നെ സെറ്റ് ആക്കാന്ന് പറഞ്ഞ് ടേയങ്ങിന്റെ അച്ഛനെ കാണാൻ വേണ്ടി വരുമ്പോഴാണ് മറ്റേ സാഗി ആക്ഷൻ സൈഡിൽ നിന്നതിനെ കുറിച്ച് ഇപ്പൊ ജോ തിരക്കും. അപ്പോഴാണ് ടേയങ്ങിന്റെ അച്ഛനും ഓ അത് വലിയ സീനൊന്നുമില്ല, അന്ന് ആക്ഷൻ നടന്ന സമയത്ത് അവൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ 6 വർഷത്തിൽ അവനെന്താ കേസൊന്നും കൊടുക്കാത്ത, അതിനർത്ഥം അവന്റെ അടുത്ത് എവിഡൻസ് ഒന്നും ഇല്ലെന്ന. ഇനിയിപ്പം നമ്മൾ ആക്സിഡന്റ് ചെയ്യാത്ത പോലെ ഇരുന്നാൽ മതി, അവന് പ്രൂവ് ചെയ്യാൻ എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് ടേയങ്ങിന്റെ അച്ഛനും പറയുമ്പോഴാണ് ഇവിടെ ജോയ് ആശ്വാസപ്പെടുന്നത്. അതിനുശേഷം ഇതിന്റെ ഇടയിൽ കൂടെ പുതിയ ടീം ലീഡറിനെ ചൂസ് ചെയ്യാൻ പാടുവിടുവാന്ന് ജോയും പറയുമ്പം ഹിതകയുടെ ടേയങ്ങിന്റെ അച്ഛനാണ് ഓ അതിനെക്കുറിച്ച് നീ ആലോചിക്കണ്ട, എന്റെ മകനെ നിന്റെ ടീമിൽ ചേർക്കാം, അവനെ എങ്ങനെയൊക്കെ പറഞ്ഞ് നിന്റെ ടീമിലെ ലീഡറാക്കിയാ പോരെ. എന്നിട്ട് ഇയാളും പറയുമ്പോഴാണ് ഇതികയുടെ ജോയാണ് ഷോക്കായിട്ട് എന്തോ നിന്റെ മകൻ നമ്മുടെ ടീമിൽ ചേരുമെന്നോ, പക്ഷെ നീ അവനെ വലിയ ഡോക്ടർ ആക്കണം എന്ന് പറഞ്ഞ് അന്ന് വിളിച്ചോണ്ട് പോയെ, അല്ലെങ്കിൽ അന്ന് തന്നെ ഇവൻ നമ്മുടെ ടീമിലെ ലീഡർ ആയനെ. എന്തായാലും പെട്ടെന്ന് നിന്റെ മനസ്സാറുള്ള കാര്യം എന്തുവാ. എന്നിനെ ജോയും കുറച്ച് സന്തോഷത്തിരിക്കുമ്പോൾ അവന്റെ അച്ഛനും പറയും അവൻ ഡോക്ടർ ആയതിനേക്കാളും സാഗയുടെ അടുത്തിരുന്ന് ആക്സിഡന്റിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത്. എന്നിട്ട് ഇവിടെ സാഗിയും അന്ന് നടന്ന ആക്സിഡന്റിനെ കുറിച്ച് ഗൂഗിളിലൊക്കെ തപ്പി നോക്കുമ്പോഴാണ് അതേസമയം ടെയ്യങ്ങാനെ ഫോൺ വിളിക്കുമ്പോൾ സാഗി അപ്പൊ ഫോൺ എടുക്കും. അതോടെ ടെയ്യങ്ങാനെ കട്ട കലിപ്പി വിളിച്ചിട്ട് ഇപ്പോഴാണ് അവിടെ എടുക്കുന്നതെന്ന് പറഞ്ഞ് മര്യാദക്ക് ഇപ്പൊ തന്നെ വീട്ടിലേക്ക് ചേരാൻ വേണ്ടി പറയും. കാരണം ഇവൻ കാരണം കിംബം ഒത്തിരി വിഷമിച്ചിരിക്കുക. അപ്പോഴാണ് ഇതേക്കുന്ന സാഗിയും അവളെങ്ങനെ സുഖമായിട്ടാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവനെ തിരക്കാൻ നോക്കുമ്പോൾ ടെയ്യങ്ങൻ കട്ട കലിപ്പി അതറിയണി നീ നേരിട്ട് വീട്ടിൽ വന്ന് പറഞ്ഞിട്ട് ഇവൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും. പക്ഷെ ഇവിടെ സാഗയാണ് അവള് നേരിട്ട് കാണാനുള്ള ധൈര്യം ഒന്നും ഇല്ലാതെ ഇരിക്കുന്നത്. അപ്പോഴാണ് അവിടേക്ക് വന്ന മാനേജറിനോട് ഇവനും പക്ഷെ നമ്മൾ പറയുന്ന ഒരു സത്യം കാരണം ഒരാൾ സങ്കടപ്പെടുവാണ്, നമ്മൾ ആ വ്യക്തിയോട് സത്യമൊന്നും പറയാതെ കൂടെ നിൽക്കാവും ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് ഇവന്റെ മാനേജറും ഇവനെന്തിനാ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ശിവൻ കാരണം ആ വ്യക്തി വേദനിക്കുമെങ്കിൽ ഇവനെ പറ്റുന്നത്രയും മാറി നിൽക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനാണ് എങ്കിൽ പിന്നെ കിംബോമിന്റെ അടുത്ത് ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞ് അവനാണ് തീരുമാനം എടുക്കും. കാരണം അവളുടെ അമ്മയുടെ കണ്ണ് ഇവനെ മാറ്റി വെച്ചത് അവളതോർത്ത് വിഷമിക്കുമെന്ന് ഇവൻ പേടിക്കുന്നത്. അതിനുശേഷം അവനും കിംബോമിന്റെ അമ്മയെ കൊന്ന മിസ്റ്റർ ജോ അന്ന് ഏത് കാറ് ഓട്ടിച്ചെന്ന് ഇവന്റെ സ്വപ്നത്തിൽ നിന്ന് കാലിച്ച് നോക്കിയിട്ട് ഇപ്പൊ ഈ മാനേജറിനോട് ചോദിച്ചു നോക്കും 6 വർഷം മുമ്പ് മിസ്റ്റർ ജോ യൂസ് ചെയ്ത കാറ് കറുത്ത കളർ SUV കാറാണെന്ന്. അപ്പോഴാണ് ഇത് കേട്ട് അയാളാണ് ഷോക്കായിട്ട് എടാ 6 വർഷം മുമ്പ് ഞാൻ ജോയിൻ ആയതേ ഉള്ളു, അങ്ങനെ കുറെ കാറുണ്ട്, കൂടാതെ നീ അപ്പം നമ്മുടെ കമ്പനി വന്നിട്ട് പോലില്ലല്ലോ, നിനക്കെങ്ങനെ അയാളുടെ കാറൊക്കെ അറിയാന്ന്. എന്നിന് ഇയാളും കുറെ ചോദ്യം ചോദിച്ച ഉടനെ അവനാണ് ടെൻഷനായിട്ട് ഇപ്പൊ ചോദ്യം ചോദിക്കാതെ അങ്ങേര് അന്ന് യൂസ് ചെയ്ത കാർ എന്തോന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ ചോദിക്കും. അപ്പോഴാണ് മാനേജറും ഇവന് വേണ്ടി ഇതെങ്കിലും ചെയ്തു തരാന്ന് പറഞ്ഞ് അയാൾ കണ്ടുപിടിക്കാൻ തീരുമാനിക്കും. അതിനുശേഷം അടുത്ത ദിവസം കിംബോമും സാഗിയെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന ടെയ്യങ്ങാണ് ഇത് മനസ്സിലാക്കി ഇവിടെ രാവിലെ തന്നെ പുറത്ത് എന്ത് ചെയ്യാൻ ചോദിക്കും. അപ്പോഴാണ് അവളും നമുക്ക് ബാൻഡിന് പ്രാക്ടീസ് ഒക്കെ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് എന്തായാലും കോളേജ് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവർക്ക് ഇവിടെ വെച്ച് തന്നെ ചെയ്യാന്ന് പറയും. അപ്പോഴാണ് ഇതിൽ ടെയ്യങ്ങാണ് എങ്കിൽ പിന്നെ സാഗിയും കൂടെ വിളിച്ചിട്ട് വരാൻ പറയുമ്പം അവളും കുറച്ച് അപ്സെറ്റ് ആയിട്ട് സാഗിയെ വിളിച്ചാലും ഫോൺ എടുക്കുന്നില്ലെന്ന് പറയും. അപ്പൊ ടെയ്യങ് ഇവളോട് പറയും ഇപ്പൊ അവൻ സാഗിയെ കാണാൻ വേണ്ടി പോവാന്ന്, അതുകൊണ്ട് ഇവൾക്ക് അവനെ കാണാൻ താല്പര്യമുണ്ട് അവന്റെ കൂടെ വരാൻ വേണ്ടി പറയും. അതിന് ശിവ രണ്ടുപേരും കൂടെ സാഗിയെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ
വരാണ് അവനാണ് ടേയിങ്ങിന്റെ കൂടെ കിംബം ഉള്ളത് കൊണ്ട് ഷോക്കായി നിൽക്കും. കാരണം അവൻ ടേയിങ്ങിനോട് മാത്രം എന്തോ പറയാൻ വേണ്ടി വിളിച്ച. അതിനെ ശിവനെ കണ്ട് ടേയിങ് അടിക്കാൻ പോകുന്ന മുമ്പ് തന്നെ കിംബം ദേഷ്യത്തെ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇവൻ എന്തുകൊണ്ടാ ഫോണൊന്നും എടുക്കാത്തെന്ന് അറിഞ്ഞ് അവനോർത്തി വിഷമിച്ചിരിക്കും. അപ്പോഴാണ് അവൻ തിരിച്ചൊന്നും പറയാതെ ഇവളെ ചുമ്മാ ഇങ്ങനെ സങ്കടിച്ച് നോക്കുന്നിട്ട് അവളും എന്തായാലും ഇവന് പോക്കയില്ലെന്ന് അറിഞ്ഞിട്ട് ഇന്ന് വൈകിട്ട് പ്രാക്ടീസിന് വരാൻ വേണ്ടി പറയും. അങ്ങനെ അതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് ഇവനാണ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവൻ ഇന്നോട്ട് പ്രാക്ടീസ് ഒന്നും വരുത്തില്ലെന്ന് പറയും. അതായത് ടൂസാക്കിയ ബാൻഡിൽ നിന്ന് അവൻ പുറത്തേക്ക് പോകാൻ പോവാ. അങ്ങനെ ഈ കാര്യം അവരോട് പറഞ്ഞ ഉടനെ അവളാണ് അപ്സെറ്റ് ആയിട്ട് ഇവൻ എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് ചോദിക്കും. അങ്ങനെ ഞാൻ എഴുതിയ പാട്ടിന് നീ സിംഗറായിട്ട് വരാമെന്ന് പ്രോമിസ് ചെയ്തല്ലെന്ന് അറിഞ്ഞ് ഇപ്പൊ കിംബമും ചോദിക്കുമ്പം ഇത് കേട്ട് അവനാണ് വിഷമിച്ചിട്ട് കിംബം നീ എഴുതിയ പാട്ട് അത് നിനക്ക് ഇഷ്ടപ്പെടുമായിരിക്കും എന്നും പറഞ്ഞ് ഞാൻ അത് പാടണം. കൂടാതെ ഈ ബാൻഡ് ഞാനല്ലേ ഉണ്ടാക്കിയ, അത് ഞാൻ തന്നെ ഇപ്പൊ നിർത്തി. നിങ്ങളുടെ കൂടെ ഒക്കെ പാട്ട് പാടിയാൽ എനിക്ക് ഫേമസ് ആകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധവും വേണ്ട. ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാം. എനിക്ക് നിങ്ങളുടെ കൂടെ ഒക്കെ നിന്ന് ഇപ്പൊ ബോറടിച്ചു പോയി എന്നിട്ട് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് കിംബമാണ് മൊത്തത്തിൽ തകർന്നു പോയിട്ട് അവള് കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോകും. അതേസമയം ഇവിടെ ടീയങ്ങാണ് നീ അവളൊരു കളിപ്പാവായിട്ട് യൂസ് ചെയ്യില്ല ഞാൻ പറഞ്ഞില്ലടാന്ന് പറഞ്ഞ് സാഗി അടിച്ച് പൊട്ടിക്കും. അപ്പോഴാണ് സാഗിയും അവനിതൊക്കെ ചെയ്യുന്ന അവളുടെ അമ്മയുടെ കണ്ണ് ഇവനെ ഡൊണേറ്റ് ചെയ്തുള്ള കുറ്റബോധം കാരണം. അങ്ങനെ അതുകൊണ്ട് ആ സത്യം ഇവരോടൊന്നും പറയാതെ ഞാൻ നീ പറഞ്ഞൊരു പ്ലേ ബോയാന്ന് അറിഞ്ഞ് ഇപ്പൊ ടേയങ്ങിനെ ദേഷ്യപ്പെടുത്തും. അതിനെ ശവനത് വിശ്വസിച്ചിട്ട് ഇനി മേലെ അവളുടെ അടുത്ത് പോലും വന്നോലെന്ന് അറിഞ്ഞ് ടേയങ് അവിടെ നിന്ന് പോകും. ഇതേ സമയം ഇന്ന് വീട്ടിൽ വെച്ച് പ്രാക്ടീസ് ഉണ്ടെന്ന് അറിഞ്ഞ് ജിന്ന് അവിടെ കാറി വന്നിറങ്ങുമ്പോഴാണ് ഇവന്റെ ഫ്രണ്ട് മേക്കപ്പ് ഇല്ലാതെ കസിനെ നിൽക്കുന്നിട്ട് അവനാണ് പെട്ടെന്ന് ഫോട്ടോ എടുക്കും. അതോടെ അവളാണ് മൊത്തത്തിൽ പേടിച്ചു പോയിട്ട് നീ എന്തിനാണ് എന്റെ ഫോട്ടോ എടുത്ത ഇപ്പൊ തന്നെ ഡിലീറ്റ് എന്നിന് അവളും പറഞ്ഞ് പേടിച്ചിരിക്കുമ്പം അവനും ചിരിച്ചിട്ട് നീ മേക്കപ്പ് ഇല്ലാതെ കാണാൻ ഇങ്ങനെയാണെന്ന് അറിഞ്ഞ് അവന് കുറേയായിട്ട് കളിയാക്കും. അപ്പനാണ് അവളും ഇവ ഉദ്ദേശിച്ച വ്യക്തി ഒന്നില്ല ഇവള് വേറെ വീട്ടിലെ താമസിക്കുമെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടാൻ വേണ്ടി നോക്കും. അപ്പനാണ് അവനും എങ്കിൽ പിന്നെ ഞാൻ കാണാൻ വന്ന വ്യക്തിയെ കാണട്ടെ എന്ന് പറഞ്ഞ് ആ വീടിനകത്ത് കയറി പോകുമ്പോൾ ആന്റിയാണ് ഇവനെ കണ്ട് മൊത്തം ഷോക്കായി നിൽക്കും. അപ്പനാണ് അവന് ഫ്രിഡ്ജിൽ നിന്നൊക്കെ ആപ്പിൾ എടുത്തിട്ട് ഇതൊന്നും പോരാ ആന്റി, നല്ല ആപ്പിളൊക്കെ ഫ്രാൻസിൽ നിന്ന് ഇറക്ക് എന്നിന് അവനും സാഗിക്ക് വരിപ്പോ ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നേക്കുക. അപ്പനാണ് ഇത് മനസ്സിലാക്കുന്ന ആന്റിയാണ് സാഗിക്ക് വരും താമസിക്കാൻ നീ ആരാടാ തെണ്ടിന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടാൻ വേണ്ടി നോക്കും. കാരണം ഇവന്റെ ലുക്കെല്ലാം കണ്ട് ഇവരെല്ലാം ദരിദ്രവാസിയായിട്ടാണ് വിചാരിക്കുന്നത്. അതിനുശേഷം അവിടേക്ക് വരുന്ന കസിനാണ് ഈ കാര്യം ഞാൻ സോൾവ് ചെയ്യാം അമ്മയെന്ന് പറഞ്ഞ് അവനെയും വിളിച്ചോണ്ടേ സംസാരിക്കും. കാരണം ഇവളുടെ ഫോട്ടോ ഇപ്പൊ ഉള്ളതുകൊണ്ട് അവളിപ്പോ പേടിച്ച് ആ ഫോട്ടോയൊക്കെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പരാണ് അവനും ഞാനിതിന് ഡിലീറ്റ് ചെയ്യണം, അത് നിന്റെ ഫോട്ടോ ഒന്നും അല്ലല്ലേ, ഞാൻ വഴി കാണുന്ന ഒരു പെങ്കൊച്ചിന്റെ ഫോട്ടോ എടുത്ത് എന്നിന് അവനും പറയുമ്പം പെട്ടെന്ന് ഇവളാണ് ഷോക്കായിട്ട് എടാ നീ ചുമ്മാ നാടകം കളിക്കാതെ, അത് ഞാനാ നിനക്കറിയാം. കൂടാതെ നിന്റെ ഒരു സത്യം ഞാൻ അറിഞ്ഞു, നീ വരുന്ന വഴിക്ക് കാറിൽ നിന്നല്ല ഇറങ്ങിയ, അപ്പം നീ കുറെ കടം വാങ്ങിച്ചിട്ടുണ്ട്. അവന്മാരൊക്കെ വരുന്ന വഴിക്ക് നിന്നെ പഞ്ഞിക്കിട്ടിട്ട നിന്നെ ഇവിടേക്ക് ഇറക്കി ഇട്ടിട്ട് പോയ. കൂടാതെ നിനക്ക് പൈസ ഇല്ലാത്തോണ്ടല്ലടാ ഇട്ട ഡ്രസ്സ് തന്നെ ഇട്ടോണ്ടിരുന്നത് എന്നിന് ഇവളും കുറെ ആലോചിച്ച് കിട്ടുമ്പം ഇത് കേട്ട് അവനാണ് ഷോക്കായിട്ട് എന്തോ ഞാൻ ദരിദ്രവാസിയോ, എന്നെ ഒന്നും ആരും പഞ്ഞിക്കിട്ടില്ല എന്നിന് ഇവനും പറയുമ്പം അവളും പൈസ ഇല്ലാതെ നിന്റെ കിഡ്നി തന്നെ വിറ്റോന്ന് പറഞ്ഞ് അവനെ മൊത്തത്തിട്ടങ്ങാക്കും. അപ്പരാണ് അവനും കിഡ്നി വിറ്റാലും നിന്റെ ഫോട്ടോയുടെ അത്ര മോശമൊന്നുമില്ലെന്ന് പറഞ്ഞ് വീണ്ടും അവളെ പിടിച്ച് കളിയായിക്കൊണ്ടിരിക്കും. അപ്പരാണ് ഇവർക്ക് മെസ്സേജ് വരുന്ന ഇന്നത്തെ പ്രാക്ടീസ് ക്യാൻസൽ ആയെന്ന് പറഞ്ഞ്. അങ്ങനെ അതിനുശേഷം ഇവിടെ ടേയങ്ങും കിംബോമിനെ സമാനപ്പെടുത്താൻ വേണ്ടി അവൻ കുറെ തമാശയെ കാണിച്ചു നോക്കുമ്പോഴാണ് അതേസമയം ഇവന്റെ ഇരുന്ന് ബോട്ടിൽ എറിച്ച് അപ്പുറത്തെ ടേബിളിലേക്ക് ചെന്ന് വീഴും. അതിനുശേഷം കിംബം പതി അവരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് സോറി അറിയുമ്പോഴാണ് അവർ രണ്ടുപേരാണ് ഇവരെ നോക്കി ദേഷ്യത്തി എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ബോട്ടിലെടുത്ത് എറിയെന്ന് പറഞ്ഞ് ഇവരോട് പ്രശ്നം ഉണ്ടാക്കും. അപ്പോഴാണ് ടേയങ്ങാണ് പേടിച്ച് അടുത്തേക്ക് വന്നിട്ട് സോറി സാർ, ഞങ്ങൾ അറിയാതെ ചെയ്തു പോയി, നിങ്ങളുടെ ബില്ലും ഞങ്ങൾ അടച്ചോളാം എന്നിട്ട് അവൻ നൈസിന് കിംബോമിനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടും. അതിനുശേഷം അവൾ വരുന്ന വഴിക്ക് കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഇവനെ സമാനപ്പെടുത്തുമ്പോഴാണ് പെട്ടെന്ന് അവളാണ് ചിരിച്ചിട്ട് ഇവനെ ചുമ്മാ കളിയാക്കിയതാന്ന് പറയും. അങ്ങനെ ഇവളെ ചിരിപ്പിക്കാൻ വേണ്ടി അവൻ കുറെ കുന്ത്രാണ്ട കാണിച്ചു കൂട്ടിയത് മൊത്തത്തിൽ വളിപ്പായി പോയെന്ന് പറയുമ്പോൾ അവനാണ് ഞെട്ടിപ്പോയിട്ട് അപ്പൊ ഇത്ര സമയം വിഷമിച്ചിരിക്കുന്ന പോലെ ചുമ്മാ നാടൻ കളിച്ചാണെന്ന് അറിഞ്ഞ് അവളെ ടോട്ടിക്കും. അപ്പോഴാണ് അവസാനം ഇവ രണ്ടിനും കുറച്ച് ക്ലോസ് ആയ ഉടനെ അവനും പെട്ടെന്ന് അവൾ പോകാൻ സമ്മതിക്കാതെ ഇവന്റെ മനസ്സിലുള്ള ഇഷ്ടം ഇപ്പൊ അവളോട് ഓപ്പൺ ആയിട്ട് പറയും. പണ്ട് തൊട്ട് ഇവൻ അവളെ സ്നേഹിക്കുമായിരുന്നെന്ന്. അപ്പോഴാണ് ഇത് കേട്ട് അവളും അവനെ റിജക്ട് ചെയ്ത് അവൾക്ക് വേറൊരാൾ ഇഷ്ടമെന്ന് പറയുമ്പം ഇത് കേട്ട് അവനും ആ സാഗി നിന്നെ വേദനിപ്പിക്കുക അതുകൊണ്ട് അവന്റെ പുറകെ പോലെന്നറിഞ്ഞ് ഇവൻ അഡ്വൈസ് ചെയ്യും. അവൾക്ക് ആരിഷ്ടം അവൾ തീരുമാനിച്ചോളെന്ന് പറഞ്ഞിട്ട് ഈ കാര്യത്തിൽ ഇവൻ ഇടപെടലെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. We were running out.